യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ 6 പേരും ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 4 പേരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതിനിടയിൽ ബിബി വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ബിബി, നമ്മുടെ ആ റഫീഖ് ഇല്ലേ, നമ്മുടെ പ്രേക്ഷകൻ, അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഒന്ന് പറഞ്ഞുകൂടെ, ബെഞ്ചമിൻ നെതന്യാഹുവോട്, നിങ്ങൾ ഈ കളി മതിയാക്കൂ, യുദ്ധത്തിന്റെ വാർത്ത കേട്ട് ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം എസ് കെ എൻ? ഇതുപോലെയുള്ള എന്നറിയാം ചിലപ്പോൾ സൈക്കോപാത്ത് പോലെയായിട്ട് മാറുന്ന പല രാഷ്ട്രീയ നേതാക്കളും ലോകത്തെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പം എസ് കെ എൻ ചോദിച്ച ഒരു കാര്യം ഇപ്പോഴും നമ്മൾ പറയാൻ പോകുന്ന യുദ്ധത്തിന്റെ വാർത്ത തന്നെയാണ്. ഉക്രൈൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയാതിരിക്കുകയായിരുന്നു, കാരണം എല്ലാ ദിവസവും പറഞ്ഞ് മനുഷ്യരെ യുദ്ധവാർത്തകൾ കണ്ട് പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ യുദ്ധം രൂക്ഷമായി തന്നെ തുടരുകയാണ്. അമേരിക്ക ഇടപെട്ട് യുദ്ധം നിർത്താൻ നോക്കുന്നു, മാർച്ചിൽ നിർത്തുമെന്ന് പറയുന്നു, ജൂണിൽ നിർത്തുമെന്ന് പറയുന്നു. ഈ ഫെബ്രുവരി 24-ന് 4 വർഷം തികയാണ്. 2022-ൽ തുടങ്ങിയതാണ് ഫെബ്രുവരി 24-ാം തീയതി. ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ 2ാമത്തെ നഗരമായ കാർക്കീവും അതുപോലെ തന്നെ അവിടുത്തെ സാംസ്കാരിക നഗരമായ തീരദേശ നഗരമായിട്ടുള്ള ഒഡേസയും അടക്കമുള്ള പ്രദേശങ്ങളിൽ റഷ്യയുടെ മിസൈലുകൾ, 100 കണക്കിന് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും വെച്ചുള്ള ആക്രമണം നടന്നു. 6 പേർ കൊല്ലപ്പെട്ടു, കുട്ടികളടക്കം, സ്ത്രീകളടക്കം 6 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഉക്രൈനിൽ നിന്ന് വരുന്നു. ഇസ്രായേലിലെ കാര്യവും അത് തന്നെയാണ് എസ് കെ എൻ. ഇസ്രായേൽ ഗസയിലെ ആക്രമണം നിർത്തിയിട്ട് മാസങ്ങളായി, പക്ഷേ 520 തവണ അവർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതിനകം 580 പേർ ഈ വെടിനിർത്തലിന് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോഴും വേണ്ട പോലെ ഭക്ഷ്യ വസ്തുക്കൾ വരാനായിട്ട് അനുവദിക്കുന്നില്ല. റഫ ബോർഡർ തുറന്നു എന്നുള്ളത് ശരിയാണ്, എന്നാലും ഇസ്രായേൽ ഒരു വലിയ പ്രതികാര ബുദ്ധിയോടെ തന്നെ നിൽക്കുകയാണ്. അവിടെയും കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗസയിൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ലെബനോനിൽ 1 വർഷം മുമ്പേ ഇസ്രായേലുമായിട്ട് കരാറായതാണ്, പക്ഷേ ലെബനോനിൽ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുന്നു. ഇപ്പോൾ ഒരു കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടിയും അമ്മയും അടക്കം 3 പേർ ലെബനോനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ വ്യാപകമായ ആക്രമണം നടക്കുകയാണ്. അതുകൊണ്ടാവണം ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ നഗരങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ പാലസ്തീൻ അനുകൂല പ്രകടനം, വലിയ പ്രതിഷേധ റാലികൾ നടക്കുന്നുവെന്ന റിപ്പോർട്ട് കൂടി വരുന്നു. പ്രത്യേകിച്ച് അവിടെ പാംബോണ്ടിയിൽ ജൂതവംശജർക്കെതിരെയുള്ള ഒരു വെടിവെപ്പ് നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ പോയപ്പോൾ അവിടെയും പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. എന്തായാലും യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം രൂക്ഷമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതിനിടയിൽ എസ് കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകത്തെ ചിന്തിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും കോൺട്രവേഴ്സി ആവുകയും ചെയ്യുന്നത് എപ്സ്റ്റീൻ ഫയലുകളാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക പീഡകൻ ലോകത്തിലെ നേതാക്കളെ മുഴുവൻ സ്വാധീനിച്ച് അവരെയൊക്കെ പല ബീച്ചുകളിൽ കൊണ്ടുപോയി, പ്രത്യേകിച്ച് വെർജിൻ ദ്വീപുകളിൽ കൊണ്ടുപോയിട്ട് ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കാഴ്ചവെച്ചു എന്ന വാർത്ത എത്ര നാളായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പുതിയ പേരുകൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ, മറ്റ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ, ഇലോൺ മസ്കിൻ്റെ, അങ്ങനെ അടക്കം ലോകമെമ്പാടുമുള്ള നേതാക്കളുടെ പേരുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്സ്റ്റീൻ മൊസാദിൻ്റെ ഒരു ചാരനായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ഇസ്രായേൽ ബോധപൂർവം ലോക നേതാക്കളെ കുടുക്കാൻ വേണ്ടിയാണ് ഈ എപ്സ്റ്റീനെ രംഗത്തിറക്കിയതും ഇവരെയൊക്കെ വീഴ്ത്തിയതും എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത് അടുത്ത നാളുകളിൽ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.